നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ പരിശുദ്ധമായ മദീന പള്ളി അടിച്ചു തൂത്തു വാരിയിരുന്ന ഒരു വൃദ്ധയായ മാതാവ് മരണപ്പെട്ടു പോയി. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അപ്പോൾ യാത്രയിലായിരുന്നു. മടങ്ങി വന്ന സമയത്ത് ഹബീബായ തങ്ങളോട് പറഞ്ഞു, നബിയേ, ആ മഹദി അവറുകൾ മരണപ്പെട്ടു പോയി, മരിച്ചുപോയി. ആ സഹോദരി പള്ളിയൊക്കെ അടിച്ചു തൂത്തു വാരിയിരുന്ന ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിനരികിലേക്ക് പോയി നമസ്കരിച്ചു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമസ്കരിച്ചതിന് ശേഷം പറയുകയുണ്ടായി, ഇന്ന ഹാദിഹിൽ ഖുബൂറ മലിഅത്തുൻ ളുൽമതൻ അലാ അഹ്ലിഹാ. ഈ ഖബർ എന്ന് പറഞ്ഞാൽ അന്ധകാരം കൊണ്ട് നിറഞ്ഞതാണ് സഹാബ. വഇന്നല്ലാഹ അസ്സ വജല്ല മുനവ്വിറുഹാ ബിസ്സലാത്തി അലൈഹിം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്റെ നമസ്കാരം കൊണ്ട് ഈ ഖബറുകളെ അല്ലാഹു പ്രകാശിപ്പിച്ചു. നമ്മുടെ ഈ മയ്യിത്ത് നിസ്കാരമൊക്കെ അതിനാണ്. ആ ഖബറിൽ ശാന്തി, അതല്ലേ അല്ലാഹു മഗ്ഫിർ ലഹു വർഹംഹു വഅഫു അൻഹു വഅഫി വഅക്രിം നുസുലഹു വസ്സിഅ മദ്ഖലഹു എന്നൊക്കെ നമ്മൾ ദുആ ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ഈ ദുആ കൊണ്ട് ആ ഖബറിൽ അവർക്ക് ശാന്തി കിട്ടാനാണ്. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇദാ വുളിഅൽ മയ്യിതു ഫീ ഖബരിഹി വൻസറഫൽ അൻഹു വൽ അസ്ഹാബ് വൽ അഖാരിബ്. എല്ലാ സ്വന്തക്കാരും ബന്ധക്കാരും ഒരു മയ്യത്ത് ഖബറിലേക്ക് വെച്ചിട്ട് വിട്ടുപിരിഞ്ഞു പോകുമ്പോ ഫയഅതീഹി മലക്കുൻ, ഒരു മലക്ക് വരികയാണ്. ഫയഖൂലു, അവനോട് പറയുകയാണ്, യബ്ന ആദം, ആദമിന്റെ മോനെ, തറകൂക വദഫനൂക. എല്ലാവരും നിന്നെ ഈ 6 അടി മണ്ണിന്റെ ഉള്ളിലേക്ക് കൊണ്ടിട്ട് അവർ മണ്ണിട്ട് മൂടിയിട്ട് മടങ്ങിപ്പോയിരിക്കുകയാണ്. വലൗ അഖാമു ഇൻദക മാ നഫഉ. ഇനി അവർ കൂടുതൽ നാള് ദീർഘനേരം ഇവിടെ നിൽക്കുകയില്ല. അവർ നിന്നതുകൊണ്ടോ നിനക്കൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. ഇമ്മാ ഫീ ജന്നത്തിൻ ആലിയാ ഔ ഇമ്മാ ഫീ നാരിൻ ഹാമിയാ. ഇനി നിന്റെ പുസ്തകം തുറക്കാൻ പോവുകയാണ്. നീ ചെയ്ത രഹസ്യങ്ങൾ പരസ്യങ്ങളെല്ലാം ഇവിടെ ഇതാ വെളിപ്പെടുത്താൻ പോവുകയാണ്. ആ മലക്കുകളുടെ ചോദ്യത്തിന്റെ മുന്നിൽ നീ യഥാർത്ഥ മറുപടി പറഞ്ഞാൽ ഉന്നതമായ സ്വർഗത്തിലേക്ക് നിനക്ക് പ്രവേശിക്കാം. അതല്ല എങ്കിൽ നിത്യമായി കാലാകാലവും ആ അഗ്നിഗോളമായ നരകത്തിലേക്ക് പ്രവേശിക്കാം. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഒരു മനുഷ്യന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ അങ്ങനെ ഒരു മലക്ക് വന്ന് പറഞ്ഞിട്ട് പോകുമെന്ന് ബഹുമാനമുള്ള സഹോദരങ്ങളെ, മാത്രമല്ല അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു ഖബർ മയ്യത്തടക്കാൻ വേണ്ടി പോയി. അങ്ങനെ ഖബർ കുഴിക്കാൻ കുറച്ച് താമസം വന്നു. സ്വഹാബത്തിനെല്ലാം കൂടെ അവിടെ കൂട്ടി നിർത്തിയിട്ട് പറഞ്ഞു, കയ്യിലിരിക്കുന്ന വടി കൊണ്ട് മെല്ലെ തോണ്ടിയിട്ട് പറഞ്ഞു, വമാ മിൻ യൗമിൻ ഇല്ലാ വൽ അർളു ബിഖംസി കലിമാത്ത്. ഒരു ദിവസം പോലും ഇല്ലാതെ എല്ലാ ദിവസവും ഈ ഭൂമി, ഈ മണ്ണ്, ഈ ഖബർ നമ്മളോട് സംസാരിക്കാത്ത ഒരു ദിവസവുമില്ല. എല്ലാ ദിവസവും ഈ ഖബർ സംസാരിക്കുമത്രേ. മറ്റൊരു റിവായത്തിൽ ഇന്നൽ ഖബറ ലയബ്കി ഫയഖൂലു ഫീ ബുകായിഹി അനല്ലദീ അന ബൈത്തുദ്ദൂദ് അന ബൈത്തുൽ ഗർബാ അന ബൈത്തുൽ ലീഖ്. ഹബീബായ തങ്ങൾ പറയുകയാണ്, ഖബർ കരയുമത്രേ, ഖബർ കരയുമത്രേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സഹോദരാ സഹോദരി, ഖബറിനെ കുറിച്ച് നിങ്ങളൊന്ന് ഓർത്ത് കരയണേ. ആരെങ്കിലും ഒരാള് ഒരു ദിവസം ഖബറിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞാൽ ഫവജദഹു റൗളത്തൻ മിൻ റിയാദിൽ ജന്നാ, സ്വർഗ്ഗത്തിന്റെ പൂങ്കാവനമായി ആ ഖബറിനെ അവന് കാണാൻ കഴിയും.
കണ്ടോ, ഖബറിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞാൽ ഫമൻ ദകറഹു മിൻ ദിക്രിഹി വജദഹു റൗളതൻ മിൻ റിയാലിൽ ജന്ന. ആരെങ്കിലും ആ ഖബറിനെ കുറിച്ച് ഓർത്ത് ഒന്ന് കരഞ്ഞാൽ അവർക്ക് ആ ഖബർ സ്വർഗ്ഗ പൂങ്കാവനമായി മാറുമെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതാണ് അല്ലാഹുവിന്റെ റസൂല് ആ ഖബർ കുഴിച്ച സമയത്ത് മണ്ണെടുത്ത് പിടിച്ചിട്ട് പറഞ്ഞത്, യാ ഇഖ്വാനി ഫഅഇദു ലിമിസ്ലി ഹാദൽ യൗമിൽ അളീം. ഇതേപോലെ ഒരു ദിവസം എല്ലാവർക്കും വരും. ഈ മഹാദിവസത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും ഒരുങ്ങിയിരിക്കണേ. യഥാർത്ഥ പൗരത്വം അതാണ്, നിങ്ങൾ ഒരുങ്ങിയിരിക്കണേ, നിങ്ങൾ ഒരുങ്ങിയിരിക്കണേ എന്ന് നബിയുന ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒരുങ്ങിയിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇതേപോലൊരു സംഭവം വരും. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് ഖബറിന്റെ ഭയാനകതകളെ കുറിച്ച് പറഞ്ഞതിനു ശേഷം മറഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാ സല്ലാ സ്വലാത്തൻ ഇല്ലാ തതഅവദ മിൻ അദാബിൽ ഖബരി. ഖബറിന്റെ ഭയാനകതകളെ കുറിച്ച് പറഞ്ഞതിനു ശേഷം അല്ലാഹുവിന്റെ റസൂല് ഒരു നമസ്കാരവും നമസ്കരിച്ചിട്ടില്ല. ഇല്ലാ തതഅവദ മിൻ അദാബിൽ ഖബരി. ഖബറിന്റെ അദാബുകളെ തൊട്ട് കാവൽ തേടാതെ ഒരു നമസ്കാരവും അല്ലാഹുവിന്റെ റസൂൽ നമസ്കരിച്ചിട്ടേ ഇല്ല. നമ്മൾ ചോദിക്കാറുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖബറിന്റെ ഭയാനകതയെ കുറിച്ച് പറഞ്ഞിട്ട് ആയിഷ റളിയല്ലാഹു തആല അൻഹ ആയിഷ ബീവി നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, സഅൽതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൻ അദാബിൽ ഖബരി. നബിയേ, ഖബറിന്റെ ശിക്ഷ യാഥാർത്ഥ്യമാണോ നബിയേ? ഖബറിൽ ശിക്ഷയുണ്ടാകുമോ ഹബീബേ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയുണ്ടായി, അദാബുൽ ഖബറി ഹഖ്ഖുൻ യാ ആയിഷ, അദാബുൽ ഖബറി ഹഖ്ഖുൻ യാ ആയിഷ. ഖബറിന്റെ ശിക്ഷ അത് യാഥാർത്ഥ്യമാണ് ആയിഷ, അത് യാഥാർത്ഥ്യമാണ് ആയിഷ. ഹബീബായ തങ്ങൾ പറയുകയാ, ഇന്നി റഅയ്തുകും തുഫ്തിനൂന ഫിൽ ഖുബൂരി കഫിത്നതി ദജ്ജാൽ. ഏ സമുദായമേ, ഏ സഹാബാ, ഏ മുസ്ലിം ലോകമേ, നിങ്ങൾ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ കാണുന്നുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാന്റെ റസൂൽ അറിയാം. പക്ഷെ ആ ഖബറിന്റെ ശിക്ഷയെ നമ്മളെ ഒന്ന് അറിയിച്ചിരുന്നെങ്കിലോ, നമ്മൾ ആരെങ്കിലും ആരുടെയും മയ്യത്തടക്കുവോ? അള്ളാന്റെ റസൂൽ പറയാണ്, വലൗലാ അല്ലാ തുദാഫിനൂ, നിങ്ങൾ നിങ്ങളുടെ സഹോദരങ്ങളുടെ മയ്യത്ത് അടക്കുമായിരുന്നില്ലെങ്കിൽ ലദഅഉതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബരി, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുവേ ഈ സമുദായത്തിന് ഖബറിന്റെ ശിക്ഷയൊന്ന് കേൾപ്പിച്ചു കൊടുക്കണേ. ഖബറിന്റെ ശിക്ഷ എങ്ങാണ് അള്ളാന്റെ റസൂലിന്റെ ദുആയുടെ ബർക്കത്ത് കൊണ്ട് നമ്മളെങ്ങാനും കേട്ടാല്, ഏതെങ്കിലും കോയ മരിച്ചാൽ പോയി ഖബർ വെട്ടാൻ ആരുണ്ട്? ഖബർ വെട്ടാൻ പറ്റുമോ? ഖബർ വെട്ടുമ്പോ ആരാടോ, നീ വാ, പെട്ടെന്ന് വാ, എന്നെ ഞാൻ കാണിച്ചു തരാം, ഞാൻ പാമ്പുകൾ തേളുകൾ ഒരുക്കി വെച്ചിരിക്കുന്നു. ആരെങ്കിലും ഖബർ വെട്ടുമോ ഹബീബേ? ആര് ഖബർ വെട്ടും? മയ്യത്ത് കൊണ്ടുപോകുമ്പോ സാലിഹല്ലാത്തവന്റെ മയ്യത്താണ് നിങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്നതെങ്കിൽ ആ വഹിച്ചു കൊണ്ടുപോകുന്ന വ്യക്തികളോട് ആ മയ്യത്ത് വിളിച്ചു പറയുകയാണ്, അയിന തദ്ഹബൂ നബീ യാ വൈലഹും, ഏ നാശമേ നാശമേ, എന്നെയും വഹിച്ചുകൊണ്ട് നിങ്ങൾ എങ്ങോട്ട് പോവുകയാ? അഖിറൂനി, എന്നെ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് മടക്കിക്കൊണ്ടു പോകണേ, ആ ഖബറിലേക്ക് കൊണ്ടുപോകരുതേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, യസ്മഉ സൗതഹാ കുല്ലു ഷൈഇൻ ഇല്ലൽ ഇൻസു വൽ ജാൻ, മനുഷ്യരും ജിന്നുകളും ഒഴികെ ആ മയ്യത്തിന്റെ വിളിയാൽ എല്ലാ വസ്തുക്കളും കേൾക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ട് പറയുകയാ, വലൗ സമിഅൽ ഇൻസാനു ലസഇഖാ, ഇനി മനുഷ്യനെങ്ങാനും അത് കേട്ടാൽ അവൻ നിലംപൊത്തി വീഴുമത്രേ.
നബിയന റസൂലുള്ളാഹി മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ റസാഖെ എന്നെ കൊണ്ടുപോകലടാ, റസാഖെ എന്നെ കൊണ്ടുപോകലടാ, ഷബീർ എന്നെ കൊണ്ടുപോകലടാ, എന്നെ വിട, ഖബർ ഞാൻ കാണുന്നടാ, പാമ്പ് കാണുന്നടാ, തേള് കാണുന്നടാ എന്നങ്ങാണ് ആ ഖബർ മയ്യത്തിന്റെ സന്തൂക്കിൽ നിന്നങ്ങാണ് ഒരു വാർത്ത നിങ്ങൾ കേട്ടാല്. ഈ അടുത്ത സമയത്ത് പത്രത്തിൽ വന്നായിരുന്നു, ഒരു ഇമാമ് മയ്യത്ത് കുളിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ആ മയ്യത്ത് കണ്ണു തുറന്നു, ഇമാമ് അപ്പോഴേ വീണു മരിച്ചു. പത്രത്തിൽ വന്നാണ്, ദേശത്താണ്. ഇമാമ് കുളിപ്പിച്ചുകൊണ്ടിരുന്നു, ഇമാമ് കുളിപ്പിച്ച സമയത്ത് എന്തായി, അപ്പോഴേ മരിച്ചുപോയി, വീണു മരിച്ചുപോയി. ഇതാണ്, അതുകൊണ്ടാണ് അള്ളാന്റെ റസൂൽ ഞങ്ങൾ പറഞ്ഞത്, ഈ മയ്യത്തിന്റെ വിളിയാളം കേൾപ്പിക്കാതിരിക്കാൻ ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അങ്ങനെ എങ്ങാനും നമ്മൾ കേട്ടാൽ ആരുടെ മയ്യത്ത് നമ്മൾ എടുക്കൂല, ആരുടെ മയ്യത്തും അടക്കൂല, ആരുടെ മയ്യത്ത് കുളിപ്പിക്കുക പോലും ചെയ്യൂല. ഇപ്പം വന്ന് പണ്ടൊക്കെ ഈ ഖബറിന്റെ പരിസരത്തൊക്കെ വീട് വെക്കാൻ വലിയ പേടിയായിരുന്നു. പള്ളിയുടെ മക്ബറയുടെ പരിസരത്തൊക്കെ വസ്തുവിനൊക്കെ ഭയങ്കര വിലക്കുറവായിരുന്നു. ഇപ്പം അങ്ങനെ കിട്ടൂല. ബ്രോക്കർമാർ പണിയെടുക്കും, പെട്ടെന്ന് കൊടുത്തിട്ട് പോകച്ചേ, അതൊക്കെ രാത്രിയൊക്കെ തൂങ്ങിച്ചത്തവൻ്റെ മയ്യത്തുകൊണ്ട് ആ പരിസരത്തെ കൊണ്ട് അടക്കിയേക്കുന്നത്. നീ അവിടുന്ന് പിന്നെ അതിനേക്കാളും വലിയ തൂങ്ങിച്ചാവായിരിക്കുന്ന സാധനമാണ് ഇവിടെ ഉള്ളത്. കടിച്ചതിനേക്കാളും വലുത് വനത്തിരിക്കുമ്പോൾ നീ അവൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞാൽ ഇപ്പം നടക്കൂല. അതൊക്കെ പണ്ട് കച്ചവടം ചെയ്യാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയുമായിരുന്നു, ഇപ്പം അത് കിട്ടൂല. ഇപ്പോൾ ഖബറിൻ്റെ അടുക്കലാണ് എപ്പോഴും വീട് വെക്കാൻ ഇഷ്ടം. കാരണം എന്താ, നമുക്ക് നമ്മുടെ വാപ്പ മരിച്ചാൽ എപ്പോഴും കാണാമല്ലോ വീട്ടിൽ നിന്നുള്ളത്. അതുകൊണ്ട് അതാണ് വാപ്പാടെ ഖബർ, ഒരു സലാം പറയാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഖബറിൻ്റെ അടുക്ക താമസിക്കാനാണ് എല്ലാവർക്കും വലിയ ആഗ്രഹം. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഒരാൾ മരണപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ അടക്കേണ്ടത് എവിടെയാണ്, ആരെ, എങ്ങനെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വമാ മിൻ യൗമിൻ ഇല്ലാ വതുകല്ലിമു ബിഖംസി കലിമാത്ത്. എല്ലാ ദിവസവും 5 പ്രാവശ്യം ഖബറിന്റെ ഒരു സംസാരമുണ്ട്. ഖബറിന്റെ ഒരു സംസാരമുണ്ട്. എല്ലാ ദിവസവും ഖബർ സംസാരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവേ പടച്ചവനെ കാക്കണേ, പടച്ചവനെ. ഖബർ കരഞ്ഞിട്ടാ സംസാരിക്കുന്നത്. ആലോചിച്ചു, ഖബർ കരഞ്ഞിട്ട്. നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കുക, എൻ്റെ പൊന്നു പെങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, ഇനിയെങ്കിലും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഓർത്ത് ജീവിക്കുക. രാത്രി വീട്ടിൽ പോയി കിടക്കുമ്പം ലൈറ്റൊക്കെ ഒന്ന് അണച്ചിട്ട് ആ കറണ്ട് എല്ലാം ഓഫായിട്ട് നമ്മൾ രാത്രി ഉറങ്ങുമല്ലോ. എന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കിയിട്ട് ആ കണ്ണൊന്ന് ഈറനണിയട്ടെ, അല്ലാ ഇതേപോലെ ഒന്ന് പോയി കിടക്കുമല്ലോ പടച്ചവനെ. ഇപ്പം നമ്മളിപ്പോഴും കിടക്കുന്ന ഖബറിലാണല്ലോ. നമ്മുടെ വീടിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ആണെന്നല്ലേ ഉള്ളൂ, മണ്ണിട്ട് മൂടിയിട്ടില്ല എന്നല്ലേ ഉള്ളൂ, കോൺക്രീറ്റ് ആണല്ലോ. എൻ്റെ ഉള്ളിലല്ലേ നമ്മളും കിടക്കുന്നത്, പെട്ടി. അല്ലാഹുവേ, ഇന്ന് എൻ്റെ മുകളിൽ കോൺക്രീറ്റ് ആണ്, കല്ലറയ്ക്കകത്ത് കിടക്കുന്ന പോലെയാ. നാളെ ഒരു ദിവസം എന്നെ കൊണ്ടുവിടും. ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒന്നായ എൻ്റെ വാപ്പ, എൻ്റെ ഉമ്മ, എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ അടുത്തുണ്ട്. ഞാൻ നാളെ ഒറ്റയ്ക്ക് അവിടെ പോയി കിടക്കുമ്പോൾ എന്നെ ആരെ സഹായിക്കാൻ പടച്ചവൻ എന്നോർത്ത് ഒരു തുള്ളി കണ്ണ് നീര് കൊണ്ട് നിന്റെ കണ്ണ് ഈറനണിഞ്ഞാൽ നിനക്ക് ആ ഖബറിൽ നിനക്ക് രക്ഷയുണ്ടാകും. ഒരു തുള്ളി കണ്ണുനീര് മതി, ഒരു തുള്ളി ദിവസം തോറും. സ്വർഗത്തിന്റെ പൂങ്കാവനമാക്കിയ ഖബർ മാറ്റുമെന്നാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പൊ അള്ളാന്റെ റസൂൽ ഒരിക്കലും മയ്യത്തടക്കാൻ വേണ്ടി അതപ്പോ ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം ഖബർ കുഴി തീർന്നില്ല. അള്ളാന്റെ റസൂൽ സഹാബാക്കളെ വന്നവരൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഒരു പ്രസംഗം നടത്തി. എന്താണ്? എല്ലാ ദിവസവും ഖബർ നമ്മളോട് വിളിച്ചു പറയുന്ന കുറെ വാചകങ്ങളുണ്ട്. ആ ഖബർ പറയുകയാണ്, യബ്ന ആദം, ആദമിന്റെ മോനെ, തംശി അലാ ളഹിരി വമസീറുക ഇലാ ബത്നി. നീ എന്റെ മുന്നിലൂടെയാണ്, എന്റെ മുകളിലൂടെയാണ് നീ നടന്നു പോകുന്നത്. ഒരു ദിവസം വരും എന്റെ ഉള്ളിലേക്കായിരിക്കും നിന്റെ മടക്കം. ഇത് നല്ലപോലെ ശ്രദ്ധിച്ചോ. ഈ ഒരു അതീത് പറഞ്ഞ നിർത്താണ് പ്രസംഗം. ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിച്ചോ. നമ്മൾ ഈ ഭൂമിയുടെ മുകളിൽ നടക്കുമ്പോൾ ഈ ഭൂമി നമ്മളോട് പറയും അത്രേ, മസീറുക ഇലാ ബത്നി, നിന്റെ നടത്ത എന്റെ ഉള്ളിലേക്കാണ്, എന്റെ മുകളിലൂടെ എന്നെ ചവിട്ടിയാണ് നീ നടക്കുന്നത്. നമ്മളിപ്പോ ഈ മക്ബറുകളിലൊക്കെ മയ്യത്തടക്കാൻ വേണ്ടി പോകുമ്പോഴും ചില ഖബറിന്റെ മുകളിൽ കൂടെ ഒക്കെ ചവിട്ടിട്ടാ പോവുക. സൂക്ഷിക്കണം, ഖബറിന്റെ മുകളിലൊക്കെ ചവിട്ടാതെ നമ്മൾ ശ്രദ്ധിക്കണം. എന്റെ മുകളിലൂടെ നീ എന്ന് ചവിട്ടുന്നു, ആദമിന്റെ മോനെ, നീ നാളെ എന്റെ ഉള്ളിലേക്കാണ് വരാൻ പോകുന്നത്. എന്റെ ഉള്ളിലേക്കാണ് നീ വരാൻ പോകുന്നത്. യബ്ന ആദം, ആദമിന്റെ മകനെ, തദ്ഹഖു അലാ ലഹിരി വസൗഫ തബ്കി ഫീ ബത്നി. എന്റെ മുകളിലൂടെ നീ പൊട്ടിച്ചിരിക്കുകയാണ്, എന്റെ മുകളിലൂടെ നീ പൊട്ടിച്ചിരിച്ച് നടക്കുകയാണ്. ഒരു ദിവസം വരും എന്റെ ഉള്ളിൽ നീ കരയേണ്ടി വരും ആദമിന്റെ മോനെ.
എല്ലാ ദിവസവും ഖബർ വിളിച്ചു പറയുന്ന വാക്കാ. ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ ചിരിക്കുമ്പം അല്ലെ, നമ്മൾ പറയാറുണ്ടല്ലോ കൂടുതൽ ചിരിച്ചാൽ കരയേണ്ടി വരുമെന്ന്. ഫൽയൽഹഖൂ ഖലീലാ വൽയബ്കൂ കസീറാ. കുറച്ച് ചിരിച്ച് കൂടുതൽ കരയണേ. പക്ഷേ നമ്മളെന്ന് വിപരീതമാ, കൂടുതൽ ചിരിക്കുന്നു, കുറച്ച് മാത്രം കരയുന്നു. വിപരീതമാണ്. അല്ലാഹു റസൂൽ പറഞ്ഞു, ഖുർആൻ പറഞ്ഞു, കൂടുതൽ നിങ്ങൾ കര, കുറഞ്ഞ് ചിരിക്കുക. കൂടുതൽ കര. നിങ്ങളുടെ ഈ കണ്ണുനീര് കൊണ്ട് നമ്മുടെ ഈ കണ്ണുനീരുകൊണ്ട് നരകത്തെ നമുക്ക് അണയ്ക്കാൻ കഴിയും, കെടുത്താൻ കഴിയും. നരകത്തെ നമുക്ക് കെടുത്താൻ കഴിയും. കണ്ണുനീര് മതി. കരയണം, ഓർത്ത്. ഒറ്റയ്ക്കിരുന്ന് കാണാൻ, 10 പേര് കാണാനല്ല, ഒറ്റയ്ക്കിരുന്ന് കാണാൻ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ആ കബറിൽ കിടക്കുന്ന രംഗം ഓർത്തിട്ട്, അല്ലാഹുവേ എന്നെ നാളെ കൊണ്ട് പൊതിഞ്ഞു വെക്കുമ്പോൾ ആരുണ്ട് പടച്ചവനെ, ആരുണ്ട്? ആ 2 മലക്കുകൾ വന്നിട്ട് നമ്മളോട് തട്ടിയിട്ട് എഴുന്നേക്ക് സുബൈദ, കണ്ണു തുറ, ഐഖലാക്കി അജ്ലസാക്കി സഅലാക്കി. അപ്പൊ അവിടെ ഇരുന്ന് ഉറങ്ങുന്ന സുബൈദ ഇപ്പൊ കണ്ണു തുറന്നു കാണും. വിളിച്ചുണർത്ത, എഴുന്നേര്. അറിഞ്ഞോ സംഭവം? ഇന്നലെ എവിടെയായിരുന്നു? മഞ്ഞാടി മുക്ക്. ഇന്ന് വേറെ മുക്കിലാ വന്ന് കിടക്കുന്നത്. കണ്ണൂറ. ആരാ അല്ലെന്നറിയാവോ? ഇരിക്കുന്ന കോലം കണ്ട എന്തായിരിക്കും രംഗം? ചിന്തിച്ചിട്ടുണ്ടോ പടച്ചവനെ? പൊന്നു പെങ്ങളെ, ഒരു ദിവസമെങ്കിലും ഒന്ന് ഓർത്ത് കര. ആ കണ്ണ് സാക്ഷി പറയുന്ന അള്ളാന്റെ മുന്നിൽ. അള്ളാന്റെ മുന്നിൽ സാക്ഷി. 3 കണ്ണ് നരകം കാണുകയേ ഇല്ല. 3 കണ്ണുകൾ നരകം കാണുകയില്ല. 3 കൂട്ടരുടെ കണ്ണുകൾ നരകം കാണുകയില്ല. ഐനുൻ ബഖത് അൻ ഖശിയത്തില്ലാ. ആരെങ്കിലും അല്ലാഹുവിനെ ഓർത്തിട്ട് അവന്റെ ശിക്ഷയെ ഓർത്തുകൊണ്ട് ഏതെങ്കിലും കണ്ണ് ഈറനണിഞ്ഞോ, ആ കണ്ണ് നാളെ നരകം കാണുകയേ ഇല്ല. മനസ്സിലായില്ലേ? അള്ളാഹെ ഓർത്തിട്ട് അവന്റെ ശിക്ഷയെ ഓർത്ത് ഒന്ന് കര. ഒരു ദിവസമെങ്കിലും ഒന്ന് കരയി. വീട് പോവല്ലോ, സ്വത്ത് പോവല്ലോ എന്ന് പറഞ്ഞിട്ട് ഷാഹീൻ ബാഗിൽ പോയി കിടന്ന് കരഞ്ഞിട്ട് കരയില്ല. അതൊക്കെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ആഖിറത്തിന്റെ പൗരത്വത്തിന് വേണ്ടി ഒന്ന് കരയി. തീർച്ച നമ്മൾ വിശ്വസിക്കുന്നവരാണ്, നമ്മളൊക്കെ സത്യവിശ്വാസികളാണ്. നമ്മളുടെ സങ്കേതം എവിടെയാണ്? മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം വരെ ബർസഖ് എന്ന് പറയുന്ന ആ ഖബറിന്റെ ഉള്ളിലാണ്. വമിൻ വറായിഹിം ബർസഖ് ഇലാ യൗമി യുബ്അസൂൻ ഫൈദാ നുഫിഖ ഫിസ്സൂർ ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലാ യതസാഅലൂൻ. സൂറന്ന കാഹളത്തിൽ ഊതപ്പെട്ടാൽ നീ ഏത് തറവാട്ടുകാരിയാ, ഏത് കോലത്തിലുള്ളവളാ, ഏത് കുടുംബത്തിലുള്ളവരാ, ഏത് ഭാഷക്കാരനാ, ഏത് ദേശക്കാരനാ, ഏത് വർഗക്കാരനാ, ഏത് വർണ്ണക്കാരനാ, ഇതൊന്നും അവിടെ ചോദ്യമുണ്ടാവുകയില്ല. നീ ദുനിയാവിൽ വെച്ച് നിനക്ക് കിട്ടിയ ആയസ്സില് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചിട്ട് ആഖിറത്തിൽ നന്മയുടെ തുലാസിൽ ഭാരം കൂട്ടിയോ, ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ. അവരാണ് വിജയിച്ചവർ, അവർക്കാണ് പൗരത്വം ലഭിച്ചത്. വമൻ ഖഫ്ഫത മവാസീനുഹു. ഭൗതികമായ ലോകത്ത് ജീവിച്ചിട്ട് അള്ളാഹുവിനെ മതിമറന്ന് ജീവിച്ച് തന്റെ ആയുളും ആരോഗ്യവും ആയസ്സും സമ്പത്തുമെല്ലാം ഭൗതികതയ്ക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയിട്ട് മരിച്ചുപോയവരെ ഫൗലായികല്ലദീന ഖസിറൂ ഫീ നാരി ജഹന്നമ. അവർ നരകത്തിലാണ്, അവർ ദുനിയാവിലും ആഖിറത്തിലും തീരാ നഷ്ടത്തിലാണ്. തീർന്നു അവരുടെ കാര്യം. ഭൗതികമായ ലോകത്ത് കുറഞ്ഞ സമയം അള്ളാഹു തന്നു. ആ സമയം മുഴുവനും ദുനിയാവിന് വേണ്ടി. രാവിലെ എഴുന്നേറ്റ ഉടനെ അങ്ങോട്ട് പോകണം, ആ ലോഡ് ഇങ്ങോട്ട്, അവരിങ്ങോട്ട്, ഈ ലോഡ് അങ്ങോട്ട്. ഇത് തന്നെ ചർച്ച. ഒരു ദിവസത്തിൽ ഒരു ജുസു ഖുർആൻ ഓതാൻ നമുക്ക് സമയമില്ല. ഒരു ജുസു ഇന്ന് ഖുർആൻ ഓതിയൊരു കൈവക്കിക്ക് ഓതാൻ പറ്റും. അതന്നെ നമുക്ക് സമയമില്ല. അബീവേ ഒരാളെങ്കിലും അൽഹംദുലില്ലാ അതിൽ മീൻ കച്ചവടക്കാരനാ അല്ലയോ? ആ മീൻ കച്ചവടത്തിനിടയിൽ അങ്ങനെ ഖുർആൻ ഓതി എന്നുള്ളതാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മൾ ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കണം. അബീവേ ഒരു ദിവസത്തിൽ ഒരു ജുസ് ഖുർആൻ ഓതാൻ സമയം 20 മിനിറ്റ് 20 മിനിറ്റ് 4 മിനിറ്റ് മതി. സുബൈക്ക് 2 പേപ്പർ ഓതാൻ. മൊത്തം 10 പേപ്പറാണ്.
മൊത്തം 10 പേപ്പറാണ്. 4 മിനിറ്റ് ഒരു പേപ്പർ ഓതാൻ 2 മിനിറ്റ് മതി അബീവേ. 4 സമാധാനം ഒരു ജുസ് ഓതാൻ 20 മിനിറ്റ് മതി. 5 വഖത്തിൽ നിങ്ങൾ 4 മിനിറ്റ് ചെലവാക്കിയാൽ ഒരു ദിവസം ഒരു ഖുർആൻ ഓതാം, ഒരു ജുസ് ഓതാം. ഒരു മാസം ഒരു ഖത്തം തീർത്ത്, ഖത്തം തീർത്തവരെ ഒന്ന് കൈപൊക്കിയേ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ പരീക്ഷിക്കല്ല കേട്ടോ. എന്താണെന്നറിയോ, ഇപ്പൊ ഇത് പറഞ്ഞിട്ട് നാളെ മുതൽ തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. മരിക്കുന്നതിന് മുമ്പ് നമ്മൾ 1 പ്രാവശ്യം ഓതിയിരിക്കണം. തുച്ഛമായ ആൾക്കാരെ ഓതിയിട്ടുള്ളൊരു ഖത്തം തീർത്തിട്ടുള്ളൂ. മരിക്കുന്നതിന് മുമ്പ് നമ്മളെ ഖുർആനോട് ഹക്കാണ്, അത് ഒരിക്കലും നമ്മൾ ഓതിയിരിക്കണം. ഖുർആൻ 30 ജുസു ഇൻഷാ അള്ളാ ഇന്ന് മുതൽ നാളെ സുബഹി മുതൽ പാരായണം ചെയ്. 30 ദിവസത്തിൽ ഒരു ഖത്തം തീർന്നു. നമ്മുടെ ഹക്ക് ഖുർആനോടുള്ളത് തീർന്നു. ഇൻഷാ അള്ളാ ഓതുവോ? ഒന്ന് ഉറക്കെ പറ ഇൻഷാ അള്ളാ. എന്നിട്ട് ദുആ ചെയ്. അല്ല ചുമ്മാ ഈ വാട്സപ്പും കോപ്പിനകത്തൊക്കെ ഇരുന്ന് സമയം കളഞ്ഞ് ചുമ്മാ 24 മണിക്കൂറും കണ്ടവന്റെ പനായും പന്നിയിറച്ചിയും തിന്ന് ഉള്ള സമയം മൊത്തം കളയാതെ നമ്മൾ ഒരു ജുസു അങ്ങ് പൗരത്വം ഉണ്ടാക്കപ്പോ അവിടത്തേക്ക് വേണ്ടി കുറച്ച് ഖുർആൻ വരും ഖബറിൽ. ഞാൻ അതീതിന്റെ സമയം ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞുതരായിരുന്നു. ഖുർആൻ വരും ഖബറിൽ, നമ്മളെ സഹായിക്കാൻ വരും. ഞാൻ വരും, ഞാൻ പേടിക്കാൻ ഞാൻ ഉണ്ട്. ഞാൻ ആരാന്ന് നിനക്കറിയോ? ഖുർആൻ എടുത്ത് ചോദിക്കത്രേ, അതാരിഫുനി, നിനക്കറിയോ ഞാൻ ആരാണെന്ന്? ലാ ഫയഖൂലു ലാ അനൽ ഖുർആൻ അല്ലദീ അസ്ഹറതു ലൈലക വഅളമഅതു നഹാരക. രാത്രിയൊക്കെ എന്നെ ഇരുന്ന് ഓതിയില്ലേ, ഉറക്കൊഴിച്ചിട്ടിരുന്ന് ഓതിയില്ലേ? പകൽ സമയത്ത് ആ ഖുർആനിന്റെ വിധിവിലക്കൾ അനുസരിച്ച് നീ നടന്നില്ലേ? ആ ഖുർആനാണ് ഞാൻ. നീ പേടിക്കണ്ട, ഞാൻ നിന്നോടൊപ്പമുണ്ട്. എന്നെയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദിവസം വരെ നിന്റെ കൂട്ടുകാരനായി ആ ഖബറിൽ ഞാൻ കാണുമത്രേ. ഖുർആൻ എല്ലാ ദിവസവും ഖുർആൻ സൂറത്ത് മുൽക്ക് ഖുർആനിലുള്ള 29ാമത്തെ ജുസുവിന്റെ തുടക്കത്തില് സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട് ഉറങ്ങണേ. അത് ഓതിയിട്ട് ഉറങ്ങിയാൽ അവന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ മലക്കുകളുടെ ചോദ്യത്തിന്റെ മുന്നില് വിറങ്ങലിച്ചു പോയാൽ അവനെ സന്തോഷിപ്പിക്കാനും ആ മലക്കുകളുടെ പേടിയിൽ നിന്ന് ഇവന് ജാമ്യം എടുത്തു കൊടുക്കാനും ഈ സൂറത്തുൽ മുൽക്ക് ആ ഖബറിൽ ഓടിയെത്തുമെന്ന് ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി. 30 ആയത്തേ ഉള്ളൂ സൂറത്തുൽ മുൽക്ക്. എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് ഓതി കിടന്ന ഖബറിനകത്ത് അത് വന്ന് നിൽക്കും. മലക്കളങ്ങാണ് ദണ്ടും പൊക്കി കൊണ്ടുവന്ന ഇത് കയറി പിടിക്കും. തൊട്ടു പോകരുത്. ഞാൻ മുൽക്ക് ഹദീസുള്ള ഇന്ന് മുതൽ ഓതുവോ? ഇൻഷാ അല്ലാഹ്. വേണമെങ്കിൽ മതി. ഇടി കൊള്ളണമെന്ന് ആഗ്രഹം ഉണ്ടേ ഓതണ്ട. നമ്മുടെ ഇവിടുത്തെ പോലീസിന്റെ ഇടിയൊന്നും അല്ല, വല്ലാത്ത ഇടി തന്നെയാണ് സംഭവം. ആരും ചോദിക്കാനുള്ള ജാമ്യം എടുത്തു തരാനും ആരുമില്ല. ഇവിടെ ആകുമ്പോൾ ജാമ്യം ഉണ്ടല്ലോ, ഇവിടെ ആകുമ്പോൾ നമുക്ക് ജാമ്യം എടുക്കാനുണ്ടല്ലോ. ആകുമ്പോൾ ജാമ്യം എടുക്കാൻ ആരുമില്ല. ഖബറിനകത്തുള്ള നന്മകൾ അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ഖബർ വിളിച്ചു പറയും അത്രേ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ആയത്തുണ്ട്, സൂറത്തുൽ ദുഖാൻ ഓതണം. ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. കുറെ മരുന്ന് പറഞ്ഞു കൊടുക്കട്ടെ. അങ്ങനെ രക്ഷപ്പെടാം. ഇതൊക്കെ ഉള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. ഒരുത്തനും കാണൂല, കെട്ടിയവനും കാണൂല, കെട്ടിയവളും കാണൂല, ഈ പറഞ്ഞവനും കാണൂല, കേട്ടവനും കാണൂല, ആരും കാണൂല. എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെച്ചിട്ട് പോയാൽ അവർക്കും ഉള്ള. രാത്രി എല്ലാ ദിവസവും മഗ്രിബ് കഴിഞ്ഞിട്ട് സൂറത്തു ദുഖാൻ ഓതണം. അല്ലാഹു തആല അവനെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവ്, നാളെ എല്ലാ വെള്ളിയാഴ്ച രാവും സൂറത്ത് ദുഖാൻ ഓതിയാൽ നരകത്തിൽ പോകൂല. സുബഹി കഴിഞ്ഞും മഗ്രിബ് കഴിഞ്ഞും സയ്യിദുൽ ഇസ്തിഗ്ഫാർ ചൊല്ലണം. അതേ ഇരുത്തത്തിലിരുന്ന് അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനി വഅന അഅ്ബുദുക വഅന അലാ അഹദിക വബഅദിക മസ്തതഅത് അഊദു ബിക മിൻ ശർരി മാ സനഅതു അബൂഉ ലക ബിനിഅമതിക അലയ്യ അബൂഉ ലക ബിദംബി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. സുബഹിക്ക് ചൊല്ലിയാൽ മഗ്രിബിന് മുമ്പ് മരിച്ചാൽ അവൻ നരകത്തിൽ പോവില്ല. മഗ്രിബിന് ചൊല്ലിയാൽ സുബഹിക്ക് മുമ്പ് മരിച്ചാൽ അവൻ നരകത്തിൽ പോവില്ല. അത്ര വലിയ ഓഫർ. പഠിച്ചോ കുത്തിയിരുന്ന് ചുമ്മാ മറ്റേതിനകത്ത് കുത്തി എത്ര മണിക്കൂറാ കളയുന്നത്. ഇപ്പൊ വാത് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങി ഉടനെ ഓണായിക്കൊണ്ടാ പോകാം. നമ്മള് കുടുംബ വീട്ടിൽ സംസാരിക്കാൻ പോയ ഇതിനകത്ത് നോക്കിക്കോട്ടെ. പറയാൻ വെച്ച് ഇവൻ എന്തുകൊണ്ട് വിശേഷം? കല്യാണത്തിന് അവിടെ കണ്ടില്ലല്ലോ. നമ്മുടെ സംഭവം കല്യാണത്തിന് വന്നിട്ട് കാണാൻ പറ്റില്ലല്ലോ. കല്യാണത്തിന് നിങ്ങളെ കണ്ടില്ലല്ലോ. മുഖത്തോട്ടല്ല നോക്കുന്ന, ഈ സാമാനത്തിനകത്തോട്ടാ നോക്കുന്നത്. കാര്യം ചർച്ച ചെയ്യുക. നമ്മളൊരു 4 പേര് 3 പേര് കൂടുമ്പോൾ ഈ സാധനത്തിൽ നോക്കിക്കൊണ്ടിരിക്കും, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കും. മുഖത്തോട് പോലും നോക്കി സംസാരിക്കാൻ ഇപ്പൊ പറ്റാത്തൊരവസ്ഥയാണ്. തേപ്പിന്റെ കാലഘട്ടം. അതുകൊണ്ട് എല്ലാരെയും തേക്കുന്നത് ഈ തേപ്പ് പോലെ നമ്മളെയും തേക്കുന്നത്. ഓരോരുത്തർ മൊത്തം തേപ്പ്, എജ്ജാതി തേപ്പാന്നറിയാ തേക്കുന്നത്.
പെരിഞ്ചാതിത്തേപ്പായി പോയി സംഭവം. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, സ്വർഗത്തിൽ പോകാൻ വേണ്ടി പറഞ്ഞ വാക്കുകളാണ്. മാരക രോഗങ്ങൾ പിടികൂടാതിരിക്കുക ഒരു ദുആ പറഞ്ഞുതരാം. കൊറോണ ഇതൊന്നും പേടിക്കേണ്ട. ഇതൊക്കെ അള്ളാന്റെ റസൂലും അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. ഹബീബേ, നമ്മൾ എന്തിനു പേടിക്കണം? ഇപ്പൊ ഓരോരുത്തരൊന്നും പേടിക്കണം. ഇതിനൊക്കെ ഹദീസ് വായത്തൊക്കെ ഉണ്ട്. ഇനി അങ്ങോട്ടൊന്നും കയറാൻ സമയമില്ല. എന്തിനു പേടിക്കണോ? നിങ്ങൾക്കൊരസുഖവും മാരകമായ രോഗമുണ്ടാവില്ല. സുബഹി നിസ്കാരം കഴിഞ്ഞ് 3 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം, 3 പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദ്, 3 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്, 3 പ്രാവശ്യം ഖുൽ അഊദു ബിറബ്ബിൻ നാസ് പള്ളിയിൽ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. വലിയ ഒരു ഫ്ലെക്സിൽ അതവിടെ കിടക്കുകയാണ്. അവിടെ ചലന്തി വല പിടിച്ച് റാഹത്താട്ട് അതവിടെ കിടപ്പുണ്ട്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് റാഹത്താട്ട്. ഹദീസ് ഉള്ളതാണ്. മാരകമായ രോഗങ്ങൾ ഉണ്ടാവൂല, പകർച്ചവ്യാധികൾ ഉണ്ടാവുകയില്ല. 3 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ്, ഫലഖ്, നാസ്. എന്നിട്ടൊരു ദുആ ഉണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ബറസി വൽ ജുനൂനി വൽ ജുദാമി വമിൻ സയ്യിഇൽ അസ്ഖാം. അല്ലാഹുവേ, വെള്ളപ്പാണ്ട്, അർബുദം, ഭ്രാന്ത്, ജനങ്ങൾ വെറുക്കുന്ന രോഗങ്ങൾ, ആ സയ്യിൽ അസ്ഖാമിൽ ഈ പറയപ്പെടുന്ന കൊറോണ, പ്ലേഗ്, അതുപോലുള്ള നിപ്പ വൈറസ് പോലുള്ള വൈറസുകൾ, എല്ലാ രോഗങ്ങളും വരും. ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വെറുക്കുന്ന, ജനങ്ങൾ വെറുക്കുന്ന രോഗങ്ങളിൽ നിന്ന് നിന്നോട് കാവൽ തേടുന്നു പടച്ചവനെ. എല്ലാ ദിവസവും സുബഹി കഴിഞ്ഞിട്ട് ഓതണം. ഇവിടെ സുബഹിക്ക് ബ്ലാങ്കറ്റിൻ്റെ അടിയിൽ കിടന്ന് നല്ല ഉറക്കം ഉറങ്ങിയിട്ട് ബ്ലാങ്കറ്റിൻ്റെ അടിയിൽ കിടന്ന് ഞാൻ ഓതി, മാഷാ അല്ലാഹ്, നല്ല ഓതി. അല്ലാഹു തആല അവനെ ബ്ലാങ്കറ്റിൻ്റെ അടിയിൽ തന്നെ ആയിരിക്കും കിടത്ത്. ആശുപത്രി പോയാലും പൊതിച്ചു കിടന്നു അങ്ങനെ തന്നെ കിടന്നു. ബ്ലാങ്കറ്റിനടിയിൽ നിന്ന് എഴുന്നേറ്റ് പള്ളിയിൽ വന്നിട്ട് സുബഹി നിസ്കാരത്തിൽ പങ്കെടുത്തിട്ട് അവിടെ ഇരുന്നത് നീ പാരായണം ചൊല്ലണം. അത് ചൊല്ലിക്കഴിഞ്ഞാൽ നിനക്ക് അങ്ങനത്തെ രോഗങ്ങൾ ഉണ്ടാവില്ല. ഇത് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചല്ലേ ഹബീബേ. ഇതൊക്കെ നമുക്ക് പിന്നെന്താ, പിന്നെ കൈ കഴുകണം, കാല് കഴുകണം എന്നൊക്കെ അല്ലേ എപ്പോഴും പറയുന്നത്. ഇപ്പൊ ശാസ്ത്രം എന്താ, 10 മിനിറ്റ് കൂടുന്നവർ 10 മിനിറ്റ് കൂടുമ്പോൾ കരുവണ്ട, 5 ഒക്കത്തിൽ നീ ഒന്ന് കഴിയാൽ മതി. നീ 10 മിനിറ്റ് കൂടുമ്പോൾ കഴിവണ്ട, 5 ഒക്കത്തിൽ നിന്റെ ശരീരത്തിന്റെ. അതാണ് കൈ മാത്രം കഴുകാൻ അവർ പറയുന്നത്. ഇത് കൈയല്ല, വാ കഴുകണം, മൂക്ക് കഴുകണം, മുഖം കഴുകണം, കണ്ണിനകത്തൊക്കെ വെള്ളമൊക്കെ കഴുകണം, മുഖം എല്ലാം കഴുകണം, കൈ ഇവിടം വരെ കഴുകണം, കാലിവിടം വരെ കഴുകണം, തേച്ച് കഴുകണം, തലയിൽ പൊടിയൊക്കെ കൊണ്ട് എല്ലാം തുടച്ചു കളയണം, തല മൊത്തം തടവണം. എത്ര വലിയ വാക്ക. എന്നിട്ട് കണ്ണ് തുറന്ന് ആകാശത്തേക്ക് ഒരു ദുആ ചെയ്യണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊരാൾ ഒളുവെടുത്തിട്ട് ആകാശത്തേക്ക് നോക്കി ഷഹാദത്ത് കലിമ ചൊല്ലിയാല് സ്വർഗത്തിന്റെ 8 വാതിൽ അവന് വേണ്ടി തുറക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കുറഞ്ഞ പണിയല്ല ഇത്. ചെയ്താൽ കൂലി കിട്ടും, ചെയ്യാത്തിന് പാട്ട് കുഴപ്പം. ഒളുവെടുത്താലും മുറിയും. ഒളുവെടുത്താൽ പിന്നെ അങ്ങനെ ഉസ്താദ് രാത്രി അതുകൊണ്ട് ഒളുവെടുക്കുന്നത് കിടക്കാൻ പേടിയാ. രാത്രി ഒളുവെടുത്ത് കിടക്കണം. ഭാര്യയെ തൊട്ട ഒളു മുറിയൂല. അതുകൊണ്ട് നടുക്കൊരു തലങ്ങണി എടുത്ത് വെച്ചിട്ട് ഭാര്യ അപ്പുറത്ത് ഇവൻ ഇപ്പുറത്ത് കിടക്കുന്നത്. വർഷങ്ങളായിട്ട് അങ്ങനെയാ സംഭവം. ഒളു മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ചൈന വൻമതിലാണ് ഒളു മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ദുആറക്കാൻ പറയാം, മക്കളില്ല പോലും. എന്താ മക്കളില്ല ഉസ്താദ്. ഇവിടെ നീ ഒതുവെടുത്തിട്ട് രാത്രി കിടന്ന് ദുആ എല്ലാ ദിവസവും ഞാൻ ഒതുവെടുത്തിട്ട് എത്ര വർഷമായി? 20 വർഷമായിട്ട് ഒതുവെടുത്ത കിടക്കുന്നത്. രാത്രി ഒതുവെടുത്ത 20 വർഷമായിട്ട് കിടക്കുന്നത്. മക്കളില്ല. ഇല്ല ഉസ്താദെ, അള്ളാഹ് മക്കളില്ല ഉസ്താദെ. ദുആറക്കാൻ സംഭവം എന്താ? തടുക്ക് തലങ്ങളിൽ ഇരിക്കാണ്. ഒതു മുറിഞ്ഞു പോകും സംഭവം തൊട്ടാല്. പിന്നെ എങ്ങനെ മക്കളെ കിട്ടുക? ഒതു മുറിക്കല്ലേ, മക്കൾ മുറിഞ്ഞു പോകും. ഒതു മുറിക്കല്ലേ, മക്കൾ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒതുവെടുത്ത് കിടക്കണം. അങ്ങനെ രാത്രി ഒതുവെടുത്ത് കിടന്നിട്ട് നമ്മൾ ഭാര്യയെ തൊടുന്നത് കൊണ്ട് ആ ഒരു പ്രശ്നമല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഒതുവെടുത്ത് കിടക്കാൻ, രാത്രി ഒതുവെടുത്ത് നമ്മൾ കിടക്കണം. അപ്പൊ അതിലൊക്കെ വലിയ കൂലിയുള്ള കാര്യമാണ്. രോഗങ്ങളൊക്കെ ശിഫയാവുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒതുവെടുക്കണമെന്ന് നബിതങ്ങൾ പറഞ്ഞു. ഇപ്പൊ അള്ളാന്റെ റസൂൽ പറഞ്ഞതൊക്കെ ഇപ്പൊ ഇവിടെ യാഥാർത്ഥ്യമായിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ ഖബർ വിളിച്ചു പറയുന്ന 5ാമത്തെ ഒരു വാക്കുണ്ട്. തഅകുലുൽ ഹറാമ അലാ ലഹരി വസൗഫ തഅകുലു فتأكل الحرام على ظهري وسوف يأكلك الدود في بطني. എന്റെ മുകളിലൂടെ നടന്നുകൊണ്ട് ഹറാമ് നീ തിന്നുകയാണ്. നിന്നെ എന്റെ ഉള്ളിൽ തിന്നാൻ പുഴുക്കൾ റെഡിയാണ്. ഉണ്ടോ? മരിച്ചു പോകുന്ന മനുഷ്യരാണെങ്കിൽ നമ്മൾ മരണം നമുക്ക് ഉറപ്പാണ്. നമ്മൾ മരിച്ചു പോകുമ്പോ പെങ്ങളെ, സഹോദരങ്ങളെ, ഹറാമ് തിന്നല്ലേ, ഹറാമ് തിന്നല്ലേ. ഹറാമ് തിന്നിട്ട് നീ എത്ര ഖുർആൻ ഓതിയിട്ടും നിനക്ക് ഖുർആൻ അവിടെ സപ്പോർട്ടായിട്ട് വരുമെന്ന് നീ കരുതുകയേ വേണ്ട.
ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ ഒരുമാതിരി പുതിയ പുതിയ സിസ്റ്റങ്ങളിൽ ഈ പണം കിട്ടുന്ന പല പല പരിപാടികൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ പലിശയ്ക്ക് പൈസ കിട്ടുന്ന രീതികളാണ്. അതിന് പല പല കറക്കിക്കുത്തുകൾ ഐറ്റംസുകൾ പല പല പേരുകളിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ യാഥാർത്ഥ്യം, ഹക്കീക്കത്ത്, സത്യാവസ്ഥ ഉസ്താദന്മാരോട് ചോദിച്ചത് ശരിയോ തെറ്റോ എന്ന് അറിയാതെ ഏതെങ്കിലും ആണോ പെണ്ണോ ഇതിൽ കുടുങ്ങിയിട്ട് പൈസ എടുത്തിട്ട് നിങ്ങൾ ഇതിന്റെ പേരിൽ നിങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം വാങ്ങി കൊടുക്കുകയും നിങ്ങൾ തിന്നുകയും ചെയ്താൽ നിങ്ങളുടെ മയ്യത്ത് പുഴു ഖബറിൽ തിന്നും എന്ന് ഹബീബുനാ റസൂലുള്ളാഹി